എല്ലാവർക്കും എന്നെ നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ സംവദിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം അത് മറ്റൊന്നുമല്ല, നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിന്റെ കാലാവസ്ഥാ വ്യതിയാനമാണ്. ഒരു കാലത്ത് നമുക്ക് 6 മാസം പെയ്യുന്ന ശാന്തമായ ഇടവപ്പാതിയും തുലാവർഷവും ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ആ ചിത്രമാകെ മാറി. ഒന്നുകിൽ വറ്റിവരണ്ട കടുത്ത വരൾച്ച, അല്ലെങ്കിൽ സർവ്വതും തകർത്തെറിയുന്ന അതിതീവ്രമായ മഴ. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കേരളം കണ്ട പ്രളയങ്ങളും ഉരുൾപൊട്ടലുകളും ഈ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭയാനകരമായ മുഖങ്ങളിൽ ഒന്നാണ്. കടലാക്രമണം മൂലം തീരദേശങ്ങൾ ഇല്ലാതാകുന്നു. കടുത്ത ചൂട് കാരണം പകർച്ചവ്യാധികളും സൺസ്ട്രോക്കുകളും വർദ്ധിക്കുന്നു. ഇതിനാൽ നമ്മുടെ കൃഷിയും പ്രകൃതിയും ഒരു വലിയ വെല്ലുവിളിയിലാണ്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ആഗോള താപനം ഒരു കാരണമാണെങ്കിലും നമ്മുടെ ചില വിവേചനരഹിതമായ ഇടപെടലുകളും ഇതിന് ആക്കം കൂട്ടുന്നുണ്ട്. കാടുകൾ വെട്ടി നശിപ്പിക്കുന്നതും കുന്നുകൾ ഇടിച്ചു നിരത്തുന്നതും പൊഴിയും നെൽവയലുകളും നികത്തുന്നതും വഴി നമ്മൾ പ്രകൃതിയുടെ സ്വാഭാവിക പ്രതിരോധ ശേഷിയാണ് തകർക്കുന്നത്. ഇതിനുള്ള പരിഹാരങ്ങൾ നമ്മുടെ കൈകളിൽ തന്നെയുണ്ട്. പ്രകൃതി സംരക്ഷണം. കുന്നുകളും കാടുകളും സംരക്ഷിക്കുക, പരമാവധി മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക. ജലസംരക്ഷണം. മഴവെള്ള സംഭരണവും മണ്ണ് ജലസംരക്ഷണ രീതികളും കർശനമാക്കുക. പരിസ്ഥിതി സൗഹൃദ നിർമ്മാണം. ദുരന്ത സാധ്യതയുള്ള പ്രദേശങ്ങളിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക. മാലിന്യ സംസ്കരണം. പുഴകളും നദികളും പ്ലാസ്റ്റിക് വിമുക്തമാക്കുക. ശാസ്ത്രീയമായ മുൻകരുതൽ. മികച്ച ദുരന്ത നിവാരണ സംവിധാനങ്ങളും കാലാവസ്ഥാ പ്രവചന രീതികളും ഉപയോഗിക്കുക. മാറ്റങ്ങൾ വരേണ്ടത് നമ്മൾ ഓരോരുത്തരിലുമാണ്. നമുക്ക് പ്രതിജ്ഞയെടുക്കാം, ഈ ഭൂമിയെ വരും തലമുറയ്ക്കായി സൂക്ഷിക്കുമെന്ന്.